ദില്ലി ചെങ്കോട്ട സ്ഫോടന കേസുമായി നിർണായകമായ ഒരു വഴിത്തിരിവിലേക്കാണ് എത്തിയിരിക്കുന്നത്. സ്ഫോടനം നടന്ന സ്ഥലത്തു നിന്നും അമോണിയം നൈട്രേറ്റ് എന്ന രാസവസ്തു ലഭിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആ ഒരു വഴിത്തിരിവ്. ഇത് സൈന്യം ഉപയോഗിക്കുന്നതാണോ എന്നുള്ള പരിശോധനകൾ കൂടുതലായിട്ട് നടന്നു വരികയാണ്. NIA ആണ് പരിശോധനയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്താ വിശദാംശങ്ങൾ നമുക്കൊന്ന് കാണാം. ചെങ്കോട്ട സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ കണ്ടെത്തൽ അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയിരിക്കുന്നത്. സൈന്യം ഉപയോഗിക്കുന്ന തരം രാസവസ്തു സ്ഫോടനത്തിന് വേണ്ടി ഉപയോഗിച്ചോ എന്ന സംശയം ഉയർന്നതോടെ ഈ ദിശയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്. ദേശീയ അന്വേഷണ ഏജൻസിയാണ് ഇപ്പോൾ നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് ഫരീദാബാദ്, സഹറൻപൂർ എന്നിവിടങ്ങളിൽ നിന്ന് അറസ്റ്റിലായ ഡോക്ടർമാരായ ആദിൽ, മുസ്മിൽ, ഷഹീന എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. ആക്രമണം നടത്തിയ പ്രതിയായ ഡോക്ടർ ഉമർ മുഹമ്മദ് സ്ഫോടനത്തിന് മുമ്പ് 11 മണിക്കൂറിലധികം ദില്ലിയിൽ ചെലവഴിക്കുകയും കോണാട്ട് പ്ലേസ് അടക്കമുള്ള സ്ഥലങ്ങളിൽ പോവുകയും ചെയ്തതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ഇതൊരു ചാവേർ ആക്രമണമായിരുന്നില്ലെന്നും നിർമ്മാണം പൂർത്തിയാക്കാത്ത ബോംബ് അസമയത്ത് പൊട്ടിത്തെറിക്കായിരുന്നുവെന്നും പ്രാഥമിക നിഗമനം. ആക്രമണത്തിന് പിന്നിൽ പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക് സംശയിക്കുന്നതായും എന്നാൽ ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്.